ഐഭോ പുത്രോരക്ഷതി എന്ന ഹ്രസ്വ ചലച്ചിത്രം കണ്ടിട്ടാണ് എല്ലാവരും ഈ പാഠഭാഗം ശ്രദ്ധിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ആ ചലച്ചിത്രത്തിൻ്റെ ഒരു അംശം, ഒരു ദൃശ്യം, അതിൻ്റെ 8ാമത്തെ സീനാണ് പാഠഭാഗമായിട്ട് എടുത്തിട്ടുള്ളത്. പുത്രോരക്ഷതി ചലച്ചിത്രേ വാർദ്ധക്യദശായാः വിഹുലതാः एव द्रष्टुं शक्यते. वार्धक्यं तु यौवनावस्थाम् आश्रित्य एव, शैशवमपि यौवनावस्थाम् आश्रित्य एव प्रचलति. ഈ ഒരു കാര്യത്തെ വൃദ്ധപരിചരണവും വൃദ്ധരോടുള്ള നമ്മുടെ സമീപനവും ഏത് ദിശയിലായിരിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചലച്ചിത്രമാണ് പുത്രോരക്ഷതി എന്നത്. യൗവനവും വാർദ്ധക്യവും തമ്മിൽ വരുന്ന സംഘർഷങ്ങളും വാർദ്ധക്യവും ശൈശവവും തമ്മിൽ വരുന്ന സമന്വയങ്ങളും ഇതിൽ പ്രമേയമായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ഒരു ചക്രം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇന്ന് ശൈശവാവസ്ഥയിലുള്ളവർ നാളെ യൗവനത്തിലേക്കും അതിനുശേഷം വാർദ്ധക്യത്തിലേക്കും കടന്നു ചെല്ലുന്നു എന്നുള്ളതും, ഈ ഓരോ അവസ്ഥയിൽ കടന്നു ചെല്ലുമ്പോഴും പിൻതലമുറയിലും അതിനു മുന്നേ ഉള്ള തലമുറയിലും പെട്ട ജനങ്ങളും അല്ലെങ്കിൽ ബന്ധുജനങ്ങളുമായി സമൂഹവുമായി എങ്ങനെ കൈകോർക്കണമെന്നും കൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ അനിവാര്യമായ ഈ മൂല്യത്തെ ഈ ചലച്ചിത്രത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും രണ്ട് വീക്ഷണകോണിൽ ഈ വാർദ്ധക്യത്തിന് കൈത്താങ്ങാവുന്നതിനെ ഈ ചലച്ചിത്രം നിരൂപിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഭവിഷ്യേതവ, നമ്മൾ നേരത്തെ ഒരു തിരക്കഥ എഴുതുമ്പോൾ തിരക്കഥയുടെ ഒരു ഫോർമാറ്റ് എന്നുള്ളത് എന്താണെന്ന് വിശകലനം ചെയ്തിരുന്നു. സീനുകൾ സീൻ ടു സീനായിട്ടാണ് തിരക്കഥ എഴുതപ്പെടുന്നത്. ഈ ദൃശ്യത്തിൽ നിന്നും അടുത്ത ദൃശ്യത്തിലേക്ക്. അവിടെ സീൻ നമ്പർ ആദ്യം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ദൃശ്യം. നമ്മുടേത് ദൃശ്യം 8 ആണ്. അതിനുശേഷം ഇതിലെ കഥാപാത്രങ്ങളുടെ സൂചന. ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ? ഇവിടെ നമുക്ക് പുത്രഃ, സ്നുഷ, പൗത്രഃ एवं रोसी तथा एका वृद्धा च. प्रदेशः कालः. प्रदेशं तु सालारं नाम वृद्धसदनमेव. दिवासमयः बहिः. एतानि कार्याणि प्रथमं लेखनीयानि एव. तदनन्तरं प्रथमभागे रङ्गविवरणमेव. द्वितीयभागे तु सम्भाषणं. तृतीयभागे विनिमयः च लेखितुं शक्यते. അങ്ങനെ തിരക്കഥയുടെ ടൈറ്റിൽ നമ്മൾ ദൃശ്യമെത്ര എന്നെഴുതി, കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് എഴുതി, അത് നടക്കുന്ന സ്ഥലം ഏതാണെന്ന് എഴുതി, സമയം പകലാണോ രാത്രിയാണോ എന്നെഴുതി, അകത്താണോ പുറത്താണോ എന്നുള്ളതൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിലെ 3 കോളങ്ങളായിട്ട് തിരിച്ചാണ് തിരക്കഥയുടെ എഴുത്ത്. അതിൽ ആദ്യത്തേയിൽ ദൃശ്യത്തിൻ്റെ വിവരണമാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗത്ത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് കൊടുക്കുന്നത്. മൂന്നാമത്തേതിൽ അതിൽ സാങ്കേതിക സൂചനകളാണ്
രേഖപ്പെടുത്തുക. വിനിമയ എന്നുള്ള മൂന്നാമത്തെ കോളത്തിൽ സാങ്കേതികമായിട്ടുള്ള സൂചനകളാണ് കൊടുക്കുക. നമുക്ക് പാഠം ഒന്ന് വായിക്കാം. രംഗവിവരണം എന്നുള്ള ആദ്യത്തെ കോളത്തിൽ, രംഗവിവരണം അഥവാ ദൃശ്യവിവരണം, ആ കോളത്തിൽ നമുക്ക് നോക്കാം. പുത്രഃ സ്നുഷാ ച കാര്യാലയാത് സോപാനമാർഗേണ ബഹിരാഗച്ഛതി. പുത്രഃ അഗ്രേ പത്നി പൃഷ്ഠതഃ ച. പുത്രഃ ചിന്താമഗ്നഃ ദേഹലീതഃ അവരോഹതി. പത്നി ആശ്വസ്താ ഇവ. കാര്യാലയസ്യ ദേഹല്യാം സ്ഥാണുമവലംബ്യ ഉപവിശതി അപരാ പൃഥ്വമാതാ. സോപാനസ്യ വാമതഃ ഏകാ പുരാതനി ദ്രോണി. ഇവിടുത്തെ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. പുത്രഃ എല്ലാവർക്കും അറിയാം. സ്നുഷ, സ്നുഷ പുത്രഭാര്യ എന്നാണ് അതിനർത്ഥം. കാര്യാലയ ഓഫീസ്, സോപാനമാർഗേണ പടികളിലൂടെ, ബഹിരാഗച്ഛതി, ബഹിഹി ആഗച്ഛതി, ബഹിരാഗച്ഛതി. ചിന്താമഗ്നഃ അറിയാവുന്ന വാക്കാണ്. ദേഹലീതഃ, ദേഹലി എന്ന പദം അത്ര പരിചിതം ആയതാവാൻ സാധ്യതയില്ല. ദഹലി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ഡൽഹിക്ക് സംസ്കൃതത്തിൽ ദേഹലി എന്ന് എഴുതാറുണ്ട്. ദേഹലി എന്ന പദത്തിൻ്റെ അർത്ഥം പൂമുഖം, വരാന്ത എന്നൊക്കെയാണ്. ഇവിടെ വരാന്തയിൽ നിന്നും അവരോഹതി, ഇറങ്ങി വരുന്നു. ദില്ലി എന്നുള്ളതിന് പേര്, ദഹലി എന്നുള്ള പേര് വന്നതിൽ ഒരു പക്ഷേ ഇതായിരിക്കാൻ കാരണം ഭാരതത്തിൻ്റെ പൂമുഖമായിട്ട് അറിയപ്പെടുന്നത് കൊണ്ടാകാം ദഹലി എന്ന പദം അല്ലെങ്കിൽ ദഹലി എന്ന പേര് ആ ഭൂവിഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ അടുത്ത ഇതിലേക്ക് കടന്നു പോകുമ്പോൾ പത്നി ആശ്വസ്ത ഇവ. പത്നി എല്ലാവർക്കും പരിചിതമായ പദമാണ്. ആശ്വസ്ത, ആശ്വസിച്ചവൾ. ഇവ അവ്യയ ശബ്ദമാണ്. പിന്നെ വീണ്ടും കാര്യാലയസ്യ ദേഹല്യാം, ഈ ഓഫീസിൻ്റെ പൂമുഖത്ത്, മുൻപിൽ, വരാന്തയിൽ, സ്ഥാണും അവലംബ്യ, സ്ഥാണും അവലംബ്യ. സ്ഥാണു ശബ്ദത്തിൻ്റെ അർത്ഥം തൂണ എന്നാണ്. അവലംബ്യ ആശ്രിത്യ, ലബന്ധം അവ്യയപദമാണത്. അവ എന്നുള്ള ഉപസർഗം ചേർന്നുകൊണ്ട് അവലംബ്യ എന്നവിടെ ലബന്ധമായിട്ടുള്ള പ്രത്യയമാണ് ചേർന്നിട്ടുള്ളത്. ലബന്ധ അവ്യയമാണ് അവലംബ്യ, ആശ്രിത്യ എന്നർത്ഥം. ഉപവിശതി അപരാ വൃദ്ധമാത. ഉപവിശതി ഇരിക്കുന്നു. അപരാ മറ്റൊരു, വൃദ്ധമാത. ഇതൊരു വൃദ്ധസദനമാണല്ലോ. സാലാരം എന്ന് പറയുന്ന വൃദ്ധസദനത്തിൻ്റെ മുൻപിൽ നിന്നാണ്, പുറം ഭാഗത്താണ് ഈ രംഗം, ഈ ഒരു ഭാഗം ചിത്രീകരിക്കുന്നത്. അവിടെ ആ ഒരു വൃദ്ധമാത അവിടെ ഇരിക്കുന്നുണ്ട്. വീണ്ടും സോപാനസ്യ വാമതഃ, ഇടതുഭാഗത്ത്, ഏക പുരാതനി ദ്രോണി, പഴയ, പുരാതനി പഴയ, ദ്രോണി ബക്കറ്റ്, പാത്രം എന്നുള്ള അർത്ഥത്തിലാണ്. ഇത്രയും ഭാഗമാണ് ആദ്യ ഷൂട്ട് ചെയ്യാൻ പാകത്തിന് ഉള്ളത്. ഇവിടെ നമുക്കറിയാം തൻ്റെ വീട്ടിലെ ചില അഭിപ്രായ ഭിന്നതകൾ മൂലം വളരെ വാത്സല്യത്തോടെ ഈ പുത്രനെ വളർത്തിക്കൊണ്ടുവന്ന, പുത്രൻ്റെ പുത്രനെ വളരെ വാത്സല്യത്തോടെ കൊണ്ടു നടക്കുന്ന ആ അമ്മ, മുത്തശ്ശി, വളരെ വളരെ എന്താ പറയുക, സ്നേഹം എല്ലാം ചോർത്തിക്കളഞ്ഞുകൊണ്ട് ആ പുത്രൻ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി. അവിടെ നിന്നും ഇറങ്ങി വരുന്ന, തൻ്റെ അമ്മയെ അവിടെ കൊണ്ടാക്കി അവിടെ നിന്നും ഇറങ്ങി വരുന്ന പുത്രനെയാണ്
പുത്രനെയും പുത്രൻ്റെ ഭാര്യയെയുമാണ് നമ്മളിവിടെ ഈ കാണുന്നത്. അവരുടെ ഇവിടെ നമ്മൾ ദൃശ്യത്തെ വിവരിക്കുമ്പോൾ, രംഗത്തെ വിവരിക്കുമ്പോൾ അവരുടെ ആലോചന, അവരുടെ പ്രവർത്തികൾ, ഇതെല്ലാം മാത്രവുമല്ല ആ രംഗത്ത് കാണുന്ന മറ്റ് ചില സിംബോളിക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ വൃദ്ധസദനം എന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ വേണ്ടി അവിടെ ഒരു വൃദ്ധമാത, മറ്റൊരു മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു പഴയ, എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു പഴയ പാത്രവും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ കാണേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും ഒന്നാമത്തെ കോളത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വേണം തിരക്കഥ മുന്നോട്ട് പോകുവാൻ. തുടർന്ന് ദക്ഷിണതഃ ബാലകഃ ഝടിതി പിതുഃ സമീപം ആഗച്ഛതി. വൃദ്ധായാः ദൃഷ്ടിः ബാലകേ. ബാലകः പിതുഃ ദക്ഷിണഹസ്തം ഗൃഹ്ണാതി. ബാലകः വദതി തദാ പ്രകോഷ്ഠേ തസ്മിन् महदुष्णं वर्तते. तत्र व्यजनमेकं स्थाप्यत. पत्नी बालकस्य हस्तं बलात् गृह्णन्ती अग्रे गच्छति. वदति च दिनाभ्यन्तरे मृदिस्तासां किं कृते पुनः. ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ദക്ഷിണതഃ ബാലകഃ ഝടിതി പിതുഃ സമീപം ആഗച്ഛതി. ദക്ഷിണതഃ വലതുഭാഗത്ത് നിന്നും ഈ പുത്രൻ്റെ പൗത്രൻ ഝടിതി പിതുഃ സമീപം ആഗച്ഛതി. പെട്ടെന്ന്, ഝടിതി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ്. പിതുഃ സമീപം ആഗച്ഛതി, അച്ഛൻ്റെ അടുക്കലേക്ക് വരുന്നു. വൃദ്ധായാഹ ദൃഷ്ടിഃ ബാലകേ. ഈ സമയത്ത് അവിടെ തൂണിൽ ചാരിയിരിക്കുന്ന ഒരു വൃദ്ധമാതാവുണ്ട്. അവരുടെ നോട്ടം ഈ പൗത്രനിലേക്ക് എത്തിച്ചേരും. ബാലകഃ പിതുഃ ദക്ഷിണഹസ്തം ഗൃഹ്ണാതി. അങ്ങനെ ദക്ഷിണഭാഗത്ത് വരുന്ന ആ ആൺകുട്ടി അച്ഛൻ്റെ വലത് കൈയിൽ തന്നെ പിടിക്കുന്നു. ഗൃഹ്ണാതി, പിടിക്കുന്നു എന്നർത്ഥം. ബാലകഃ വദതി, കുട്ടി പറയുന്നു. ഇത് രംഗവിവരണത്തിൽ വരുന്ന ഭാഗമാണ്. ഇതിനുശേഷം ബാലകഃ വദതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ കുട്ടി പറയുന്നു. സംഭാഷണം നമ്മൾ എഴുതുക രണ്ടാമത്തെ കോളത്തിലാണ്. തദാ പ്രകോഷ്ഠേ തസ്മിൻ മഹദുഷ്ണം വർത്തതേ. തദാ അച്ഛ സംബോധനയാണ്. പ്രകോഷ്ഠേ, പ്രകോഷ്ഠ ശബ്ദത്തിൻ്റെ അർത്ഥം മുറി. പ്രകോഷ്ഠേ തസ്മിൻ, ആ മുറിയിൽ മഹദുഷ്ണം, അത്യധികമായ ഉഷ്ണം വർത്തത, ഉണ്ടാകുന്നു. തത്ര വ്യജനമേകം സ്ഥാപ്യത. അവിടെ വ്യജന, വ്യജന ശബ്ദസ്യ അർത്ഥഃ ഫാൻ. അവിടെ ഒരു ഫാൻ ഇട്ടുകൊടുക്കാം എന്ന് അച്ഛനോട് ഈ പൗത്രൻ വന്ന് പറയുകയാണ്. പത്നി ബാലകസ്യ ഹസ്തം ബലാത് ഗൃഹ്ണന്തി അഗ്രേ ഗച്ഛതി. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ അവൻ്റെ കൈ, അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അവൻ്റെ കൈ ബലമായിട്ട് പിടിച്ചുകൊണ്ട് ഗൃഹ്ണന്തി, പിടിക്കുന്നവളായി അഗ്രേ ഗച്ഛതി, മുമ്പോട്ട് പോകുന്നു. വദതിച്ച, അതിനോടൊപ്പം തന്നെ അവൾ പറയുന്നു. എന്താണ്? ദിനാഭ്യന്തരേ മൃതിസ്താസ കിം കൃതേ പുന. ദിനാഭ്യന്തരേ, ദിവസങ്ങൾക്കുള്ളിൽ, മൃതിസ്താസ, മൃതിഹി താസ, മരിച്ചു പോകുന്നവളാണ്, ഇനി അധികം ആയുസ്സുള്ളവളല്ല. കിം കൃതേ പുന, പിന്നെ എന്തിന്? ഇവിടെ പുത്രൻ ഫാൻ ഇടാമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ളൊരു മറുപടി കൂടിയായിട്ട് പറയുന്നതാണ്.
ഇവിടെ ഈ പുത്രിയുടെ സംഭാഷണമായിട്ട് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ രണ്ടാമത്തെ ഷോട്ടും ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. തുടർന്ന് അടുത്ത ഭാഗം. സ ബാലകമാക്ഷിപ്യ കാർയാനം ഉപസർപ്പതി. പുത്രേ കാർയാനം പ്രവിശതി റോസി തമാഹ്വയത്തെ. ക്ഷണം യാവത് പൃഷ്ഠതഃ സ്ത്രീശബ്ദം ശൃണോതി. പുത്രഃ പരിവൃത്യ അവലോകയതി. റോസി ആഗച്ഛതി. റോസി വദതി. ലക്ഷ്മ്यै വ്യജനം അനപേക്ഷിതമേവ. ഈദൃശമുഷ്ണം സോഢും സാ സമർത്ഥा एव. ഏതസ്മാദപി അസഹ്യമുഷ്ണം സോഢ്വാ एव सा ഭവന്തമപോഷയത്. തഥാപി വ്യജനമേകം സ്ഥാപ്യതാം തത്ര. യതഃ ഭവിഷ്യേ തവ പുത്രേണ നേഷ്യമാണ ത്വം ഇദമുഷ്ണം സോഢും അസമർത്ഥഃ ഭവിഷ്യസി. റോസി മുഖാത് ഉപനേത്രം അപസാര്യ പുനഃ സ്ഥാപയതി. പ്രതിനിവൃത്യ ഗച്ഛതി. ഇതിലെ പദങ്ങൾ നമുക്ക് നോക്കാം. സ എന്നത് ഇവിടെ അവൻ്റെ അമ്മയാണ്, സ്നുഷ അല്ലെങ്കിൽ പുത്രൻ്റെ ഭാര്യയാണ്. സ ബാലകം ആക്ഷിപ്യ. ആ കുട്ടിയെ, ദ്വിതീയ വിഭക്തിയാണ് ബാലകം, കുട്ടിയെ ആക്ഷിപ്യ ബലമായി പിടിച്ചു വലിച്ച്. ആക്ഷിപ്യ എന്നത് ആ എന്ന ഉപസർഗം ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ലബന്ധം അവ്യയപദമാണ്. ആക്ഷിപ്യ. കാർയാനം ഉപസർപ്പതി. കാർയാനം അവിടെ കാറിൻ്റെ അടുത്തേക്ക്, യാനം വാഹനം എന്നർത്ഥമാണ്. കാറിൻ്റെ അടുത്തേക്ക്, കാറിനെ സമീപിക്കുന്നു. ഉപസർപ്പതി അതിനടുത്തേക്ക് നടന്നെത്തുന്നു. പുത്രേ കാർയാനം പ്രവിശതി. അവിടെ ഒരു സതിസപ്തമി പ്രയോഗമുണ്ട്. പുത്രശബ്ദം സപ്തമിയിൽ പുത്രേ എന്നാണ് എഴുതിയിട്ടുള്ളത്. പുത്രേ കാർയാനം പ്രവിശതി. പ്രവിശതി എന്നതും സപ്തമി വിഭക്തിയാണ്. യഥാ പുത്രഃ കാർയാനം പ്രവിശൻ തഥാ. ആ സമയത്ത് തന്നെ പുത്രൻ കാറിലേക്ക് കയറുന്ന ആ സമയത്ത് റോസി തം ആഹ്വയതേ. റോസി തം ആഹ്വയതേ വിളിക്കുന്നു. ആഹ്വയതേ വിളിക്കുന്നു. ക്ഷണം യാവത് ഒരു നിമിഷം. പൃഷ്ഠതഃ സ്ത്രീ ശബ്ദം ശൃണോതി. അപ്പോഴാണ് ഈ കാറിലേക്ക് കയറാൻ തുടങ്ങിയ അവൻ പുറകിൽ നിന്നുള്ള ആ സ്ത്രീ ശബ്ദം കേൾക്കുന്നു. ഒരു നിമിഷം എന്നുള്ള ആ സ്ത്രീ ശബ്ദം കേൾക്കുന്നു. ഇവിടെ ക്ഷണം യാവത് എന്നുള്ള സംഭാഷണം രണ്ടാമത്തെ കോളത്തിലാണ് എഴുതുക. പുത്രഃ പരിവൃത്യ തം അവലോകയതി. ഇവൻ പരിവൃത്യ തിരിഞ്ഞിട്ട്, അതും ലബന്ധം അവ്യയമാണ്. പരി എന്ന ഉപസർഗം അവിടെ വന്നിട്ടുള്ളത് കൊണ്ട് അവിടെ ലബന്ധം അവ്യയപദമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. തിരിഞ്ഞിട്ട് എന്നുള്ള അർത്ഥം. തം അവലോകയതി. ഈ തം എന്നുള്ളത് റോസിയെ അവലോകയതി നോക്കുന്നു എന്നർത്ഥം. റോസി ആഗച്ഛതി. റോസി വദതി. റോസി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതാണ് റോസി വരുന്നു. തുടർന്ന് റോസി പറയുകയാണ്. പറയുന്ന കാര്യം നമുക്ക് രണ്ടാമത്തെ കോളത്തിലാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ലക്ഷ്മി വ്യജനം അനപേക്ഷിതമേവ. ലക്ഷ്മിക്ക് ഫാൻ അനപേക്ഷിതമേവ. ന അപേക്ഷിതം അനപേക്ഷിതം. ആവശ്യമില്ല. ലക്ഷ്മിക്ക് ഇവിടെ ഫാൻ ആവശ്യമൊന്നുമില്ല. ഈ ദൃശ്യം ഉഷ്ണം സോഢും സാ സമർത്ഥായേവ. ഇപ്രകാരമുള്ള ഉഷ്ണം സഹിക്കുവാൻ സോഢും സഹ് ധാതുവിൻ്റെ തുമുന്നന്ത പ്രത്യയം അവ്യയമാണ്.
സോഢും സഹിക്കുവാൻ സ റോസി സമർത്ഥായേവ കഴിവുള്ളവളാണ്. ഏതസ്മാദപി മഹദുഷ്ണം സോഢ്വായേവ സ ഭവന്തമപോക്ഷയത്. ഏതസ്മാദപി ഇതിനേക്കാൾ കൂടിയ ഉഷ്ണം സഹിച്ച് തന്നെയാണ് സോഢ്വാ ത്വാന്തം അവ്യയമാണ് സഹധാതുവിൻ്റെ തന്നെ സോഢ്വാ. ഇതിനേക്കാൾ കൂടിയ ഉഷ്ണം സഹിച്ചിട്ട് തന്നെയാണ് അവൾ താങ്കളെ വളർത്തിയിട്ടുള്ളത്. അപോഷയത് പോഷിപ്പിച്ചു. തഥാപി വ്യജനമേകം സ്ഥാപ്യതാം തത്ര. തഥാപി ഏകം വ്യജനം സ്ഥാപ്യതാം തത്ര. അങ്ങനെ ആയിരുന്നാലും ഒരു ഫാൻ അവിടെ സ്ഥാപിച്ചാലും ഒരു ഫാൻ അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിന് ശേഷം ഭവിഷ്യേ യതഃ എന്തുകൊണ്ടെന്നാൽ ഭവിഷ്യേ തവ പുത്രേണ നിയമാനത്വം നിന്റെ പുത്രനാൽ കൊണ്ടുവരപ്പെടുന്ന. അപ്പോൾ നീ ചെയ്തതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ നിന്റെ പുത്രൻ നിന്നെ ഇവിടെ കൊണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരപ്പെടുന്ന ത്വം ഇതമുഷ്ണം സോഢും അസമർത്ഥഃ ഭവിഷ്യതി. അങ്ങനെ നിന്റെ പുത്രനാൽ ഇവിടെ എത്തപ്പെടുന്ന നീ ഈദൃശം ഉഷ്ണം സോഢും ഈദൃശം ഉഷ്ണം സോഢും ഇതുപോലെയുള്ള ആ ചൂട് സഹിക്കുവാൻ അസമർത്ഥഃ ഭവിഷ്യസി കഴിവുള്ളവനായിരിക്കുകയില്ല. റോസി മുഖാത് ഉപനേത്രം അപസാര്യ പുനഃ സ്ഥാപയതി. റോസി ഇത് പറഞ്ഞുകൊണ്ട് ഇത് രംഗവിവരണത്തിൻ്റെ ആദ്യത്തെ കോളത്തിലുള്ളതാണ്. റോസി മുഖത്തു നിന്നും ഉപനേത്രം കണ്ണട അപസാര്യ മാറ്റിയിട്ട് അപസാര്യ എന്നുള്ളതും ലബന്ധം അവ്യയമാണ്. അപ എന്ന ഉപസർഗം അവിടെ വന്നിട്ടുള്ളത് കൊണ്ട് ലബന്ധമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ലെപ്പ് പ്രത്യയമാണ് അവിടെ വന്നിട്ടുള്ളത്. ലെപ്പ് അന്തത്തിലുള്ളതായതുകൊണ്ട് ലബന്ധ അവ്യയമായിട്ട് അപസാര്യ മാറ്റിയിട്ട് പുനഃ സ്ഥാപയതി മുഖത്ത് നിന്നും കണ്ണട എടുത്ത് വീണ്ടും അവിടെ തന്നെ വയ്ക്കുന്നു. പരിവൃത്യ ഗച്ഛതി എന്നിട്ട് തിരിച്ച് പരിവൃത്യ അതും ലബന്ധമാണ്. പരി എന്നുള്ള ഉപസർഗം അവിടെ ചേർന്നിട്ടുണ്ട്. ലെപ്പ് അവസാനത്ത് വരുന്നു. ല്യ എന്നിരിക്കുന്നു, യാ എന്നിരിക്കുന്നു. പരിവൃത്യ ഗച്ഛതി തിരിഞ്ഞിട്ട് പോകുന്നു. ഇതോടുകൂടി ഈ ഷോട്ടും അവസാനിക്കുകയാണ്. പുത്രൻ കാറിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ ഈ പുത്രൻ്റെ അമ്മയുടെ പരിചയക്കാരിയായ റോസി വരികയും ഇനി റോസിക്ക് ഈ ഉഷ്ണം ഒന്നും പ്രശ്നമല്ല, ഇതിനേക്കാൾ ചൂട് സഹിച്ചാണ് അവൾ നിന്നെ വളർത്തിയിട്ടുള്ളത്. പക്ഷെ നീ ഈ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന നിന്റെ പുത്രനാൽ ഇവിടെ എത്തപ്പെടുമ്പോൾ ഇതിൽ ഫാൻ ഇല്ലെങ്കിൽ കഷ്ടപ്പെടുക തന്നെ ചെയ്യും. അത് സഹിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഒരു ഫാൻ അവിടെ മേടിച്ചിട്ടിട്ട് തന്നെ പോയിക്കോളൂ എന്ന് അവൻ്റെ ചിന്തയിലേക്കും അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തിയെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് അവനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ് റോസി എന്ന ഈ ലക്ഷ്മിയുടെ സുഹൃത്തായ സ്ത്രീ. തുടർന്ന് പുത്രഃ പത്നീ ച സ്തബ്ധൗ ഭൂത്വാ കാർയാനെ ആസ്തെ. ചെറിയ ഷോട്ടാണ്. പുത്രഃ പത്നീ ച സ്തബ്ധൗ ഭൂത്വാ. സ്തബ്ധൗ അവർ രണ്ടുപേരും ഒരു മരവിപ്പ് അവരെ ബാധിച്ചു. സ്തബ്ധരായി തീർന്നു. സ്തബ്ധവും ഭൂത്വ സ്തബ്ധരായി തീർന്നിട്ട് കാർയാനയാസ്തെ. ഇവിടെ റൂസി പറഞ്ഞ ഭാവിയിലെ കാര്യം അവരിൽ പെട്ടെന്ന്
നമ്മുടെ അനുഭവങ്ങളിലേക്കും നമ്മുടെ അനുഭവ മണ്ഡലങ്ങളിലേക്കും കൂട്ടി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പലതും ആഴത്തിൽ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ആ വാക്കുകൾ ഇവരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. അവരാ മരവിപ്പ് അവരുടെ മുഖത്ത് കാണുവാനുണ്ട്. സ്തബ്ധവും ഭൂത്വ കാർയാനെ ആസ്തേ ഇരുന്നു. ഇതൊരു ചെറിയ ഷോർട്ടായിട്ട് വരുന്നു. തുടർന്ന് പുത്രഃ അനന്തരം കാര്യാലയസ്യ പുരോഭാഗഃ പുത്രഃ കാർയാനെ ഉപവിശതി ചിന്തയതി ചിന്താകുലേ നേത്രേ ദർപ്പണേ ദൃശ്യത്തെ റോസ്യാഹ ശബ്ദം പ്രതിധ്വനതി ഭവിഷ്യേ തവ. ആ ഡയലോഗായിട്ട് വരുന്ന ഭാഗം രണ്ടാമത്തെ കോളത്തിൽ. ഖിന്നഃ പുത്രഃ ഉപനേത്രം അപസാര്യ കരവസ്ത്രേണ മുഖം മാർജയതി അന്തഃസംഘർഷം അനുഭൂയമാനഃ ഇവ കാർയാനസ്യ നിയന്ത്രണചക്രം ദൃഢം ഗൃഹ്ണാതി. ഈ ഒരു ഷോട്ടും കൂടിയാണ് നമുക്ക് ഈ സീനിലുള്ളത്. അനന്തരം കാര്യാലയസ്യ പുരോഭാഗഃ. ശേഷം കാണുന്ന നമ്മുടെ ഇപ്പോഴത്തെ സീൻ കാര്യാലയത്തിൻ്റെ മുൻഭാഗമാണ്. പുരോഭാഗഃ മുൻഭാഗം. പുത്രഃ കാർയാനെ ഉപവിശതി. പുത്രൻ കാറിനുള്ളിൽ ഇരിക്കുകയാണ്. ചിന്തയതി ചിന്തിക്കുന്നു. ചിന്താകുലേ നേത്രേ ദർപ്പണേ ദൃശ്യത്തെ. അവൻ്റെ ആ ചിന്തയെ കാണിക്കുവാൻ അവൻ്റെ രണ്ട് കണ്ണുകളും നമ്മൾ കാണുന്നത് ദർപ്പണ കണ്ണാടി, കാറിൻ്റെ കണ്ണാടിയിലൂടെയാണ് കാണുന്നത്. റോസ്യാഹ ശബ്ദം പ്രതിധ്വനതി. റോസി നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രതിധ്വനിയായിട്ട് അവനിലേക്ക് വരുന്നുണ്ട്. ഭവിഷ്യേ തവ. ആ ഒരു കാര്യം തന്നെയാണ് അവനെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രതിധ്വനിയായിട്ട് വരുന്ന ആ ഡയലോഗിൻ്റെ ഭാഗം രണ്ടാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നു. ഖിന്നഃ പുത്രഃ ഉപനേത്രം അപസാര്യ കരവസ്ത്രേണ മുഖം മാർജയതി. ഖിന്നഃ ദുഃഖിതഃ. ഖിന്നഃ പുത്രഃ ഉപനേത്രം അപസാര്യ. അവൻ്റെ മുഖത്ത് വെച്ചിട്ടുള്ള കണ്ണട അപസാര്യ മാറ്റിയിട്ട് കരവസ്ത്രേണ, കരവസ്ത്രം ഹാൻകർച്ചീഫ്, കരവസ്ത്രേണ മുഖം മാർജയതി. ആ മുഖം തുടയ്ക്കുന്നു. അന്തഃസംഘർഷം അനുഭൂയമാനഃ ഇവ കാർയാനസ്യ നിയന്ത്രണചക്രം ദൃഢം ഗൃഹ്ണാതി. മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം വലിയൊരു അന്തഃസംഘർഷം ഉണ്ടായേക്കുന്നു. അന്തഃസംഘർഷം അനുഭൂയമാനഃ ഇവ. അന്തഃസംഘർഷം അനുഭവിക്കുന്നത് പോലെ കാർയാനസ്യ, ആ കാറിൻ്റെ നിയന്ത്രണചക്രം സ്റ്റിയറിംഗ് ദൃഢം ഗൃഹ്ണാതി. ആ സ്റ്റിയറിംഗിൽ ബലമായിട്ട് അവൻ പിടിക്കുന്നു. പിന്നെ ഈ ഒരു വിവരണവും കൂടി, ഈ ഒരു ഷോട്ടും കൂടി കഴിയുന്നതോടെ ഇതിൻ്റെ 8ാമത്തെ സീൻ കഴിയുകയാണ്. ഇവിടെയൊക്കെ ക്യാമറയുടെ പൊസിഷൻ സൂചിപ്പിച്ചുകൊണ്ട് 3ാമത്തെ കോളത്തിൽ ക്ലോസ് ആയിട്ടുള്ള ഷോട്ടും വൈഡായിട്ടുള്ള ഷോട്ടുമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റ് സൂചനകൾ വേണമെങ്കിൽ നൽകാവുന്നതാണ്, പക്ഷെ അതൊന്നും ഈ തിരക്കഥയിൽ സൂചിപ്പിച്ച് കാണുന്നില്ല. അങ്ങനെ ഒരു തിരക്കഥ നമ്മളിവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ പാർട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ ഒരു കഥ തന്നെ എടുത്തുകൊണ്ട് നമ്മുടെ 2ാമത്തെ പാഠത്തെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം തിരക്കഥയായിട്ട് എങ്ങനെ മാറ്റി എഴുതാമെന്നുള്ള ഒരു കാര്യം ചെയ്തു നോക്കി.
ഇപ്പോൾ തിരക്കഥയുടെ ഒരു മാതൃകയും അതിൻ്റെ ഒരു രീതിയും പരിചയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കഥയോ അതല്ലെങ്കിൽ മറ്റൊരു കഥയോ എടുത്തുകൊണ്ട് ആ വ്യവഹാര രൂപത്തിൽ നിന്ന്, കഥ എന്ന ഡിസ്കോഴ്സിൽ നിന്ന്, ആ വ്യവഹാര രൂപത്തിൽ നിന്നും തിരക്കഥ എന്ന ഫോർമാറ്റിലേക്ക് അതിനെ ഒന്ന് മാറ്റി എഴുതണം. അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ സർഗാത്മകതയ്ക്ക് പ്രാധാന്യമുണ്ട്. വളരെ മനോഹരമായിട്ട് ഈ കഥയുടെ സംഘർഷങ്ങളെയും കഥയുടെ ഭാവതീവ്രതയുമൊക്കെ തിരക്കഥയിൽ എഴുതി ചേർത്താൽ തന്നെ അവ ചിത്രീകരണ സമയത്ത് സൂക്ഷ്മമായി ആ ദൃശ്യകാവ്യത്തിൻ്റെ ഭാഗമായി തീരുകയുള്ളൂ. അതിനാൽ അതിലൊക്കെ ശ്രദ്ധ വേണം. അങ്ങനെ നല്ല നല്ല തിരക്കഥകൾ എഴുതുകയും നിങ്ങളൊക്കെ വളരെ നല്ല തിരക്കഥാകൃത്തുക്കളുടെ രൂപത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയായി മാറുകയും ചെയ്യും. കൂടാതെ ഈ പാഠത്തിൽ ധാരാളം അവ്യയപദങ്ങൾ, ത്വാന്തവും തുമിനന്തവും ലബന്ധവും ഒക്കെ ഉണ്ട്. അവയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പദച്ഛേദങ്ങൾ ചിലവയുണ്ട്, അതും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. കഥാപാത്രങ്ങളുടെ പേരുകളും വൃദ്ധസദനത്തിൻ്റെയും കഥാപാത്രങ്ങളുടെയും ഒക്കെ പേരുകൾ മനസ്സിലൊന്ന് സൂക്ഷിക്കണം. ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ ഭാഗമായി ഇവയൊക്കെ ചോദിക്കാനും സാധ്യതയുള്ളതാണ്. അങ്ങനെ ഈ ഒരു പാഠത്തെ, ഭവിഷ്യേതവ എന്ന പാഠത്തെ നമുക്കിവിടെ ഉപസംഹരിക്കാം. അതോടൊപ്പം തന്നെ ആർദ്രതയുടെ തീക്ഷ്ണമായ ഒരംശവും കൂടി നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മനുഷ്യരുടെ ഇടയിലുള്ള തീവ്രമായ ആർദ്രതയെക്കുറിച്ചും കൂടി നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ആർദ്രതയുടെ 3 വ്യത്യസ്ത ഭാവങ്ങളും രീതികളും, പലരും തമ്മിലുള്ള ആർദ്രതയും പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ആർദ്രതയും ഒക്കെ നമ്മൾ ചിന്തിച്ചു. ഈ ഒരു ആർദ്രതയെ സംശുദ്ധമായിട്ട് എല്ലാവരിലും നിലനിർത്തുക എന്നുകൂടി സൂചിപ്പിക്കുന്നു.